ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടേ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോഫ്തയാണ് ഗൈസ്, കോഫ്ത. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഈ കോഫ്ത എന്തുവാന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇനി വന്ന സമയത്തൊന്നും എനിക്കും അറിയത്തില്ലായിരുന്നു ഈ സാധനങ്ങളൊക്കെ എന്തുവാന്ന്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒത്തിരി വെറൈറ്റി സാധനങ്ങളൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ അറിയാൻ തുടങ്ങിയത്, കുറേ വാക്കുകളൊക്കെ പഠിച്ചത്, അങ്ങനെ പല വെറൈറ്റി സാധനങ്ങളുണ്ടെന്ന് അറിയുന്നത്. ഇത് അതുപോലൊരു സാധനമാണ് ഗൈസ്, ചൊരക്ക വെച്ചുണ്ടാക്കുന്ന ഒരു സാധനമാണ്. എൻ്റെ വീട്ടിൽ സാമ്പാറിനകത്ത് പോലും ചൊരക്ക ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വഴുതനങ്ങ വെച്ച് ഇവർ കറി ഉണ്ടാക്കും, വെജ് വെക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർ നോർത്ത് ഇന്ത്യൻകാരാണ്. ഒരിക്കലുമല്ല ഗൈസ്, അമ്മയൊക്കെ സൗത്ത് ഇന്ത്യൻ തന്നെയാണ്. അമ്മയ്ക്ക് ജോലി നോർത്ത് ഇന്ത്യയിലായിരുന്നു, അവിടുത്തെ PHSലായിരുന്നു അമ്മയ്ക്ക് ജോലി. അതുകൊണ്ട് അവിടെ ആയിരുന്നു ഈ വിഷ്ണുവേട്ടൻ്റെയും കണ്ണൻ ചേട്ടൻ്റെയൊക്കെ പഠിത്തവും ഇവരുടെ ലൈഫും എല്ലാം അമ്മ റിട്ടയർഡ് ആവുന്നിടം വരെ അവിടെ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ കുറേ ഫുഡുകളും ഐറ്റംസുകളൊക്കെ അമ്മയ്ക്കും വിഷ്ണുവേട്ടനും കണ്ണൻ ചേട്ടനും ഒക്കെ അറിയാം കേട്ടോ. അങ്ങനെ ഇന്ന് ഞങ്ങൾ പരീക്ഷിക്കുന്നതാണ് കോഫ്ത. നമ്മുടെ ചൊരക്കയില്ലേ ഗൈസ്, നമ്മുടെ നാട്ടിൽ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും, അതുകൊണ്ടാണല്ലോ കടയിൽ വിൽക്കാൻ വെച്ചേക്കുന്നതല്ലേ. അപ്പം ആ ചൊരക്ക വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നത്. വൈകിട്ടത്തെ ചപ്പാത്തിയുടെ കറിയാണ് ഗൈസ് ഇത്. എനിക്ക് ആദ്യമൊക്കെ ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം പിന്നെ കൂട്ടി ടേസ്റ്റായി ഒക്കെ മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഞാനും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൊരക്ക, കോൺഫ്ലവർ അല്ല ഗൈസ്, കോൺഫ്ലവർ, കടലമാവ്, അങ്ങനെ അതെല്ലാം വെച്ചിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ ചൊരക്ക ഇടണം കേട്ടോ. ഈ ചൊരക്ക ചുരണ്ടി എടുത്തിട്ട് അതിൻ്റെ വെള്ളം മാറ്റി പിഴിഞ്ഞെടുത്തിട്ട് ആ ചൊരക്കയുടെ ആ സാധനം മാത്രം ഉണ്ടല്ലോ, അത് മാത്രം നമ്മൾ അതിനകത്തിട്ടിട്ട് ബാറ്റർ പോലെ ആക്കിയിട്ട് നമ്മളിൽ തുള്ളിവടയ്ക്ക് കോരിയിടത്തില്ല ഗേസ്, ഉള്ളിവടയുടെ ചെറിയ സാധനമില്ലേ തുള്ളിവട, അതുപോലെ ആ സൈസിൽ നമ്മൾ ഇങ്ങനെ പൊരിച്ചെടുക്കണം. അത് ഓരോ സ്പൂൺ ഇങ്ങനെ കോരി ഒഴിച്ച് ആ ബാറ്റർ കോരി ഒഴിച്ച് അതിങ്ങനെ പൊരിച്ചെടുക്കണം. എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുത്തിട്ട് ആ എണ്ണയ്ക്കകത്ത് തന്നെ അത്ര എണ്ണ വേണ്ട കേട്ടോ. ആ എണ്ണ മാറ്റി വെച്ചിട്ട് അതിന് നമുക്ക് വേണ്ട ഉള്ളി വാഴേണ്ട എണ്ണ എടുത്തിട്ട് ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ഇട്ടിട്ട് മസാലകളും എല്ലാം ഇട്ട് നമുക്ക് വേണ്ട മസാലകൾ ഇതിനകത്തിട്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെന്താ ഉപ്പ്, അത്ര ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, വേറൊന്നും ഇട്ടില്ല. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ഡിഷുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.